എടോ, നമ്മുടെ സിനിമ ആക്ടർ ആസിഫ് അലി ഒരു ഇന്റർവ്യൂല് പറയണ്ടായി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയെ മുരിങ്ങക്കോലും ചക്കക്കുരും കൊഞ്ചൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു കറിയെ അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് അതൊന്ന് പരീക്ഷിക്കണത്. അത് അന്ന് കണ്ടപ്പോഴേ നാവില് വെള്ളം വരാൻ തുടങ്ങിയതാട്ടോ. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഒരു മുഹൂർത്തം ഒത്തു കിട്ടിയത്. എന്നാലേ ഞാൻ അതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടെ എടുത്തു. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ. നല്ല അടിപൊളി ഒരു കറിയാണ്, വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണ്. അപ്പോഴേ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണില്ലേ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലേ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഈ കറിയെ ഇതിന്റെ തനതായ ശൈലിയിലാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റേതായ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ആദ്യം ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ചക്കക്കുരു ആദ്യം ഒന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടേ കുറച്ച് ഈ ചക്കക്കുരുവിന് വേണ്ടി മാത്രമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഉപ്പും കൂടെ ചേർത്തിട്ടേ ഇത് ചെറുതായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ആസിഫ് അലിക്ക ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ പറയുന്നുണ്ട്, മാങ്ങ. ഇപ്പൊ നല്ല മാങ്ങ കിട്ടുന്ന സീസൺ ആണെങ്കിൽ പോലും എന്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മാങ്ങ ചേർത്തിട്ടില്ല. ഇനിയേ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 5 കുഞ്ഞുള്ളിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ടേ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടേ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടേ അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. അവിടെ ഈ സമയം കൊണ്ടേ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. അതുവരെയൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഒരു പകുതി വേവാകുമ്പോഴേക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയന്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ കൊഞ്ച് ഞാനിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുരിങ്ങക്കോലാട്ടോ, അതും കൂടെ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം വലുതായിട്ട് തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ ഈ തക്കാളി വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ തക്കാളിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട് ഞാന്. ചേർത്തിട്ടേ ഈ മസാലയും ഈ വെള്ളവും എല്ലാം ആയിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ കറി ഉണ്ടാക്കിയപ്പോഴാട്ടോ ശരിക്കും ഇത് എന്താണ് ഇത്രയും നാളായിട്ട് ഞാൻ ഉണ്ടാക്കാഞ്ഞെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ചോറിലേക്ക് ഇതങ്ങോട്ട് ചൂടോടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം, നല്ല അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്ക് നമ്മുടെ കറി സെറ്റ് ആവും. അപ്പോഴേ ഇത് നമുക്ക് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം കേട്ടോ. ഇപ്പൊ ദാണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തതാണ്. നല്ല അടിപൊളിയായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങയിൽ എണ്ണയാണ് തെളിഞ്ഞു വന്നേക്കുന്നത്. ഞാൻ ഇതിൽ എണ്ണ ഒന്നും ചേർക്കുന്നില്ല. എണ്ണയുടെ അളവ് മാക്സിമം കുറച്ച് ഹെൽത്തി ആക്കാനുള്ള തീരുമാനത്തിലാട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോഴ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു താളിപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും